അതുപോലെ നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബ്രാക്ക എന്ന്. അതെന്താണ് അത്? അത് ഒരു ബ്രാക്ക എന്നല്ല, BRCA എന്നാണ്. അപ്പം പറയുമ്പോൾ എല്ലാവരും ബ്രക്ക എന്നിങ്ങനെ പറയുന്നതേ ഉള്ളൂ. BRCA, ബ്രസ്റ്റ് ക്യാൻസർ ജീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, BRCA. അപ്പോൾ അത് ബേസിക്കലി ഇതൊരു ട്യൂമർ സപ്രസർ ജീനാണ്. ട്യൂമർ സപ്രസർ എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ DNA-ക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുമ്പോൾ അതാണല്ലോ ക്യാൻസർ ആവുന്നത്. അപ്പോൾ ആ DNA ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ജീനുകളാണ് ഈ ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ BRCA 2 ഉണ്ട്, 1ഉം 2ഉം. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ DNA റിപ്പയറിനുള്ള പ്രോട്ടീൻ ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ക്യാൻസർ സാധ്യത വല്ലാതെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ BRCA 1 and 2 ആണ് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ BRCA 1 and 2 ഉള്ളവർക്ക് നമ്മുടെ ഒവേറിയൻ ക്യാൻസറിനും സാധ്യത കൂടുതലുണ്ട്. അപ്പം ജനറ്റിക് ടെസ്റ്റാണ് ഈ BRCA, ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത അസസ് ചെയ്യുന്ന ഒരു ജനറ്റിക് ടെസ്റ്റാണ് BRCA 1 and 2. അപ്പം BRCA ടെസ്റ്റ് ആരൊക്കെയാണ്? എഫക്റ്റീവ്ലി ഇപ്പോഴത്തെ നമ്മുടെ ഇത്തിരി കോസ്റ്റ്ലി ഇൻവെസ്റ്റിഗേഷനാണ് അത്. അപ്പോൾ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ നെഗറ്റീവ് 60 വയസ്സിൽ താഴെയുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറുകാർക്ക് എല്ലാവർക്കും ചെയ്യണം. 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ചെയ്യണം. അതുപോലെ തന്നെ ഫാമിലിയിൽ 1-2 ആൾക്കാർക്ക് വന്നു, അതുപോലെ യങ് ഏജ് വന്നു, അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ BRCA ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ആഞ്ചലിന ജോളി എന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ? അപ്പോൾ അതുപോലെ ഈ ബ്രസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ BRCA 1 BRCA 2 പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് 100% ഇവർക്ക് ക്യാൻസർ വരുന്നൊന്നുമില്ല. ഒരു 60% ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് 2 രീതിയിൽ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കി ഇയർലി മാമോഗ്രാം, ക്ലിനിക്കൽ എക്സാമിനേഷൻ, MR മാമോഗ്രാം ഒക്കെ ചെയ്ത് എന്തെങ്കിലും വന്നാൽ അപ്പോൾ ഇൻ്റർഫിയർ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് സർജറി ചെയ്യുക. അതായത് ഈ ബ്രസ്റ്റ് 2 റിമൂവ് ചെയ്യുക, ഓവറിയും റിമൂവ് ചെയ്യുക. അതാണ് നേരത്തെ പറഞ്ഞ ആഞ്ചലിന ജോളി ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ BRCA ഡിറ്റക്ട് ചെയ്താലുള്ള നമ്മുടെ പ്രധാന ഗുണം. ആഞ്ചലിന ജോളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കേരളത്തിൽ എന്തെങ്കിലും ഉദാഹരണം പറയാനുണ്ടോ? പലരും ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അതൊരു പ്രൈവറ്റ് ഇതായതുകൊണ്ട്.